ആരന്റെ മേലെ വെള്ളമുണ്ട്. വീടുകൾ ഫുള്ള് വെള്ളത്തിലാണ്. വെള്ളം ഫുള്ള് വീടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോ. ഇതാണ് അവസ്ഥ. ഇതിലൊക്കെ പോകുമ്പോൾ വല്ല ഇഴജന്തുക്കൾ ഉണ്ടാകാം, എന്തും സംഭവിക്കാന്നുള്ളൊരു അവസ്ഥയിലാണ്. വെള്ളം കയറിയില്ല എന്നുള്ള സ്ഥിതിയാണ്. ഇങ്ങോട്ട് പോകാൻ പറ്റും, ഇങ്ങോട്ട് അടുപ്പിച്ചു കൊടുത്ത്. ഇതാണ്ടോ ആ ക്യാമറ കാണിച്ചു കൊടുത്താ. ഇതാണ്ടോ, ഇതാണ്ടല്ലേ കളെ കയറിയില്ല എന്നുള്ള രീതിയിലാണ്. വെള്ളത്തിന് ഇവിടെ ഒരു കുറവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഇവിടെ പാടേതാ പറമ്പ് ഏതാന്ന് അറിയാത്തൊരു അവസ്ഥ കേട്ടോ. വേണ്ട ഇതുണ്ടോ വല്ലാണ്ടാണ്ട് പോകണ്ട. നല്ല പെരുമ്പാമ്പുണ്ടെങ്കിൽ ശരാശരി എല്ലാ വീട്ടിലേക്കും വെള്ളം കയറിയൊരു അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് പനമ്പുഴ ഭാഗത്താണ്. പനമ്പുഴ ഈ പാലത്തോട് ചേർന്ന് അതിനിപ്പുറത്ത് നിൽക്കുന്ന ഒരു 10-50 വീടുള്ള ഒരു ഭാഗത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതിവിടെ മുട്ടിന് വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ പല വീടുകളിൽ നിന്നും ആളുകളൊക്കെ അവരെ ബന്ധുവീട്ടിലേക്കൊക്കെ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജനജീവിതം ആകെ ദുരിതത്തിൽ തന്നെ പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ ശക്തമായ മഴയായിരുന്നു. ഞാൻ പല ഭാഗത്തുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിച്ചതാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഇത് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ശക്തമായ മഴ കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം തീരുമാനമാകും. പല വീടിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. വേണ്ട, ഇപ്പം എൻ്റെ മുട്ട് വരെ വെള്ളമായിട്ടുണ്ട്. എന്നിട്ട് വാമത്തെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. കണ്ടോ, ഒക്കെ എല്ലായിടത്തും വെള്ളം. കണ്ടോ, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അത് പാടാണ് അല്ലേ. ആ പാടത്തുനിന്ന് പാടത്ത് മഴ പെയ്ത വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ഇപ്പം ഇത്രയും വെള്ളം ഇതുണ്ടോ, ഇവിടെ ഇത്രയും വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവരും ആകെ ആശങ്കയിലാണ്. ഇനി എങ്ങോട്ടാ പോവാന്നുള്ളൊരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങള് വെള്ളം ഉള്ളിൽ കയറിയിട്ട് പോവാച്ചിട്ട് പോവാൻ സ്ഥലം വേണ്ടേ. ശരിയാണ്. ഇപ്പൊ സാധനങ്ങളൊക്കെ കണ്ട വീട്ടിക്ക് പോയാലും ഓൽക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മളെ കൊണ്ട്. ഈ വെള്ളം വന്ന് വിരുന്നിറക്കാൻ പോവല്ലല്ലോ, നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടല്ലേ പോണത്. ഈ എല്ലാ വർഷവും പോകേണ്ട ഒരു അവസ്ഥ. എല്ലാ വർഷവും പോകും. ഇത്ര വെള്ളം കൂടിയത് ഇപ്പൊ എന്താണ്? ഇതിപ്പോ ഇന്നലെ രാവിലെ വരൽ തുടങ്ങിയതാണ്. അത് പതുക്കെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ തന്നെ രാത്രി തന്നെ പോകേണ്ടി വരും അല്ലേ. ഇപ്പോൾ ഏകദേശം ആ ഭാഗത്തൊക്കെ മുട്ടിന് വെള്ളമായിരിക്കുകയാണ്. ഇത് കണ്ടോ, ഭയങ്കരമായിട്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ. എത്ര വീടുകളുണ്ടാവും ഇപ്പം അവിടെ? ഇവിടെ ഇപ്പോൾ ഒരു 150 100 മേലെ 100 വീടുകളിൽ ഇവിടെ താമസിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അത്രത്തോളം ആളുകളുള്ള ഒരു ഏരിയയാണ്. ഒരുപാട് വീടുകൾ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടുകാരൊക്കെ പോകണം. രാത്രിയോട് കൂടി അവരൊക്കെ പോകേണ്ടി വരും. ഇപ്പൊ താത്താന്റെ വീട്ടിലേക്ക് തന്നെ കണ്ടോ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ, കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് തന്നെ കയറുക. അപ്പോൾ ഇതാ കണ്ടില്ല, എല്ലാവരും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. എന്താ ഇതുണ്ടോ, അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ. അവിടെ എത്ര വെള്ളമുണ്ട്? ഈ വെള്ളം കയറിയിട്ട് ഇപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇപ്പോഴല്ലേ അനുഭവിക്കുന്നത്, വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് അനുഭവിച്ച. കാലവർഷം കനത്താലേ ഈ പുഞ്ചിൽപ്പാടത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമാണ്. വീടുകളിലേക്ക് വെള്ളം കയറും. അത് മാത്രമല്ല കുടിവെള്ളം മലിനമാവും. കക്കൂസും കുടിവെള്ളം എല്ലാം മലിനമായതുകൊണ്ട് സാമൂഹിക രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട് ഇവിടെ. കാരണം എന്താ വെച്ചാൽ വർഷങ്ങളായിട്ട് അധികാരികളുടെ മുന്നിൽ ഞങ്ങളിത് ഉന്നയിച്ച് യാതൊരു പരിഹാരം ഇതുവരെ കണ്ടില്ല. അധികാരികൾ വന്ന് സ്ഥലം സന്ദർശിച്ച് പോകുക എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ തോട് പിന്നെ നവീകരിക്കുകയോ അതിന് VCB വേണ്ട രീതിയിൽ ചെയ്യുകയോ ചെയ്യുന്നില്ല. കാരണം ജനങ്ങൾ വളരെ പ്രയാസം എന്ന് പറഞ്ഞാൽ പിന്നെ ബന്ധുവീട്ടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമാണ് ജനങ്ങൾ വർഷാവർഷം താമസം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് യാതൊരു പരിഹാരവും ഇന്നേ വരെ ബന്ധപ്പെട്ട അധികാരികൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളാകെ വളരെ പ്രയാസത്തിലാണ് ഇവിടെ. കാരണം ഒരു മദ്രസ ഒരു പള്ളിയൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുക. അവർക്ക് വരാനുള്ള ഒരു യാതൊരു സൗകര്യം മദ്രസ ഇപ്പോൾ പൂട്ടിയിട്ട അവസ്ഥയിലാണുള്ളത്. അതേമാതിരി പള്ളിയിലേക്ക് ആർക്കും വരാൻ കഴിയുന്നില്ല. കാരണം തൊട്ടടുത്തൊരു അംഗനവാടി ഉണ്ട്. അംഗനവാടിയിലുള്ള പിന്നെ തോടിൻ്റെ സമീപമാണ് അംഗനവാടി ഉള്ളത്. യാതൊരു സുരക്ഷയും ഇല്ലാത്ത രീതിയിലാണ് ഈ അംഗനവാടിയൊക്കെ പ്രവർത്തിക്കുന്നത്.
അധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് പുറകിൽ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ ഏകദേശം എത്ര വെള്ളം ഉണ്ടാവും? ഇത് ഒരു അരൻ്റെ മേലെ വെള്ളം ഉണ്ടാവും. കാരണം അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല ഇപ്പോൾ. അപ്പോൾ ഇതാ കണ്ടില്ല നിങ്ങൾ, ഇത്രത്തോളം വെള്ളമാണ് ഇവിടെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീടുകളാണ് ഇവിടെ വെള്ളത്തിലായിട്ടുള്ളതും. ഒരുപാട് വീടുകളിൽ നിന്നും അവരെന്നെ ബന്ധു വീട്ടിലേക്കൊക്കെ പോയിട്ടുള്ളൊരു സാഹചര്യമാണല്ലേ. പ്രായമായ ആളുകളൊക്കെ ഉള്ളൊരു അവസ്ഥ ആലോചിച്ചിങ്ങനെ കുട്ടികള് പാമ്പ് വന്നാൽ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ നടക്കണ്ടെന്നുള്ളൂ. പാമ്പ് വന്നാൽ എന്തെങ്കിലും കടിച്ചാലും കൂടി അറിയില്ല. അത്രയ്ക്കും വെള്ളമാണ് ഇവിടെ. അത്രയും വെള്ളമാണ്. ഇത് കണ്ടോ, ഏകദേശം ഒരു അരയാള് വെള്ളം ഈ പരിസരത്തൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ? എന്താണ് നിങ്ങൾ ആവശ്യം പറഞ്ഞോണ്ടിരിക്കുക? നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പുഴയിൽ നിന്ന് തോട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു വിഷയമാണ് ഇവിടെ ഉള്ളത്. ഈ തോട് വൃത്തിയാക്കിക്കൊണ്ട് ഇവിടെ VCB മരത്തിന്റെ പലകളാണ് വെച്ചിട്ടുള്ളത്. VCB മരത്തിന്റെ പലകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മരത്തിന്റെ പലകൾ വെള്ളം ദ്രവിച്ചു പോയി തുരുമ്പുടിച്ചിട്ടുണ്ട്. അത് പൊട്ടിയിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം വന്നത്. അത് മാറണമെന്നുണ്ടെങ്കിൽ VCB ഇവിടെ ഷട്ടർ സ്ഥാപിക്കണം. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ ഈ വെറുതെ ഉണ്ടായ വെള്ളമാണിത്. അതുകൊണ്ട് തന്നെ VCB ഷട്ടർ സ്ഥാപിക്കുക. അതാണ് ആവശ്യം എന്ന് പറയുന്നത് അല്ലേ. തോട് വൃത്തിയാക്കും വേണം. മഴ പെയ്ത വെള്ളം ഇവിടെ കെട്ടി നിൽക്കുകയാണ് പാടത്ത്. ഈ വെള്ളം ഇവിടെ പോകുന്നില്ല. അപ്പൊ ആ ഷട്ടറിന്റെ ഭാഗം എവിടെയാണ്? ഷട്ടർ ഭാഗം അപ്പുറം അവിടെയാണ് അല്ലേ? പുഴ തുടങ്ങുന്ന അവിടെയാണ്. അപ്പൊ അവിടുത്തെ ആ ഭാഗം കൂടി നമുക്കൊന്ന് കാണിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പൊ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ കോലത്ത് പെയ്യാണെങ്കിൽ അവസ്ഥകൾ ഇപ്പൊ 32ഓളം വീടുകൾ ഇവിടുന്ന് കേറിപ്പോയി. ആളുകൾ താമസം മാറിപ്പോയി. ഇനിയിപ്പോ ഈ മഴ ഇങ്ങനെ തുടരണം. ഇനിയും കൂടുതൽ ആളുകൾ പോകും. 140ഓളം വീടുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം. തിരുവങ്ങാടി മുനിസിപ്പാലിറ്റി 11ാം ഡിവിഷനാണ്. എല്ലാ കാലത്തും ഇവിടെ ദരിദ്രരായ ആളുകൾ കൂടുതൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് താമസിക്കുന്നത്. അവർ എഴുതിത്തള്ള രീതിയിലാണ് ഇവിടെ മുനിസിപ്പാലിറ്റി ഭാഗത്തുള്ള എല്ലാ കൊല്ലം ഇങ്ങനെ വരുന്നത്. ഏതെങ്കിലും ഒരു കൊല്ലത്തിലെങ്കിലും ഒരു ഫണ്ട് പാസ്സാക്കിയിട്ടാണ് ചെയ്യാക്കണം. അതാണ് ജനങ്ങളുടെ ജീവിതം ചുരുക്കി പറഞ്ഞാൽ ദുരിതത്തിലാണ്. ഇവരതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അധികാരികളുടെ ഭാഗത്തുനിന്ന് വരും വർഷങ്ങളിലെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനിവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടില്ല നിങ്ങൾ, ആ പാടൊക്കെ ഒന്നായിട്ട് വെള്ളം കണ്ട് കര കയറി വരികയാണ്. ഇത്രത്തോളം മഴ ഒന്നും ഇവിടെ പെയ്ത ഒരു സാഹചര്യമില്ല. പക്ഷേ ഷട്ടറിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെയാണ് അവിടുന്ന് പുഴയിൽ നിന്നും വെള്ളം അടിച്ച് കയറിയിട്ടാണ് ഇവിടെ ഇത്രയും ഭാഗങ്ങളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വീടൊക്കെ കുത്തിപ്പൊക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുത്തിപ്പൊക്കിയാൽ പോരാ. ഇത് ഓരോ വർഷവും ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അവസ്ഥ ആലോചിച്ചേക്കില്ലേ? വീടിൻ്റെ ഒക്കെ അവസ്ഥ വീട് ഭൂരിഭാഗം വീടുകൾ കേടുകളെ സംഭവിച്ചിട്ടുണ്ട്. കാരണം വളരെ കഷ്ടപ്പെട്ട ആളുകളാണ്, പാവങ്ങൾ അന്നന്ന് അധ്വാനം ജീവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ താമസിക്കുന്നത്. വീട് വൃത്തികേടാവുന്നു. പിന്നെ പാമ്പുകൾ എല്ലാം കിണർ മൊത്തം മൂടിക്കാൻ ഇനി വെള്ളം കുടിക്കണമെങ്കിൽ 2 മാസം കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒന്ന് കണ്ണ് തുറക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അവരുടെ ഭാഗത്ത് കണ്ണ് തുറക്കുക എന്ന് മാത്രമല്ല, ഇതിന് അടിയന്തരമായി ചെയ്യേണ്ട പ്രാധാന്യം പ്രവർത്തികൾ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ വന്ന് സന്ദർശിച്ച് പോകുക എന്നല്ലാതെ യാതൊരു നടപടി ഇതുവരെ ഇല്ല. 150 വീടുകളുണ്ട് ഇവിടെ. അവരെല്ലാം അതിലൊക്കെ കുട്ടികളെ അടക്കം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നടപടി വേണം എന്നുള്ളതാണ്